ഇവിടെ ഇലക്ഷൻ കഴിഞ്ഞു. വളരെ സന്തോഷമുണ്ട്. ജയിച്ചവർക്ക് അഭിനന്ദനം. എല്ലാവർക്കും, ജയിച്ച എല്ലാ നമ്മുടെ സുഹൃത്തുക്കൾക്കും അഭിനന്ദനം. ഞാൻ കോശി സാറ് 25 വർഷമായി ഞങ്ങളുടെ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഭരണാധികാരിയായിട്ട് വലിയ സേവനമാണ്. സാറ് ഒരിക്കലും വെള്ളം ചേർക്കാത്ത, ഒരു കാര്യത്തിന് പോലും വെള്ളം ചേർക്കാത്ത ഒരാളാണ് സാർ. സത്യസന്ധനായ ഒരു അഡ്വക്കേറ്റാണ് സാറ്. സാറ് വളരെ കൃത്യമായിട്ട് ഇവിടെ വന്ന് കാര്യങ്ങൾ അറിയാറുണ്ട്. എനിക്ക് വളരെ സങ്കടമുണ്ട് സാർ. സാറിന് ഒരു കേസിലേക്ക് അതിന് ഞങ്ങൾ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ മാപ്പ് പറയുകയാണ്. അങ്ങനെ സാറിന് ഒരു ബുദ്ധിമുട്ടുണ്ടായി. എന്തായാലും നമുക്കൊക്കെ അറിയാം. ഞാൻ അതിനെക്കുറിച്ചോ പഴയ കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും ഞാൻ പറയുന്നില്ല. എന്നു വെച്ചാൽ അത് ഇപ്പോൾ ഇനി അത് പറയുന്നത് ശരിയല്ലാത്തൊരു കാര്യമാണ്. അത് പറയാൻ പാടില്ല. നമ്മുടെ കൂടെ നിന്ന എല്ലാ സുഹൃത്തുക്കളും ഞങ്ങളെ ഒത്തിരി മനോവിഷമം ഉണ്ടാക്കിയ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എന്നെയൊക്കെ വളരെ മോശമായ രീതിയിൽ മാധ്യമങ്ങളിലൂടെ വളരെ മോശമായ രീതിയിൽ നമ്മളെ എല്ലാവരെയും വളരെ മോശമായ രീതിയിൽ നമ്മളെ ചിത്രീകരിക്കുകയും വീട്ടിലിരിക്കുന്ന കുടുംബത്തിനെ വരെ ഇതിൻ്റെ അകത്തോട്ട് വലിച്ചടിക്കുകയും ചെയ്തതിൽ വളരെ സങ്കടം ഉണ്ടായിരുന്നു. അതെല്ലാം ആ സങ്കടവും ക്ഷോഭവും ഒക്കെ നമ്മളിപ്പോൾ മാറി. എൻ്റെ കൂടെ നിന്ന ഞാനും സിയാദും ഞങ്ങളിത് മുന്നിൽ നിന്ന് നയിച്ചു. ഞങ്ങളുടെ ജൂനിയർ ടീമാണ് ഇന്ന് ഇവിടെ മുമ്പിൽ ഇരുന്ന് അസോസിയേഷൻ്റെ തലപ്പത്തെത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് വേണ്ടത്. ഞങ്ങളൊക്കെ എത്രയോ കാലമായിട്ട്, ഞാനൊക്കെ എത്രയോ കാലമായിട്ട് ഇവിടെ പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ അടുത്ത തലമുറയിലേക്ക് വേണം അവരെ കൊണ്ടുവന്ന് ഇതിന് മുമ്പോട്ട് നയിച്ചു വേണം പോകാൻ. അപ്പോൾ ഞാനൊക്കെ ഇന്ന് മത്സരിച്ചത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കാണ്. എന്നുവെച്ചാൽ ഇവരെ പോലുള്ള നമ്മുടെ ജൂനിയറായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾ അവരെ മുമ്പോട്ട് വരണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അപ്പം അത് ഒട്ടും തെറ്റിയില്ല. ഞങ്ങൾക്ക് ഒരു ക്ലീൻ സ്വീപ്പ് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു സംഭവം തന്നെയാണ്. അത് എനിക്ക് എൻ്റെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ മെമ്പർമാരോട് വേണം അതിനുള്ള നന്ദി പറയാൻ. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എൻ്റെ ഒത്തിരി സുഹൃത്തുക്കളും ഇവിടുത്തെ മെമ്പർമാർ നിൽക്കുമ്പോൾ അവരോടൊക്കെ നിസ്സീമമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, ഒരു ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു അസോസിയേഷൻ്റെ ഇലക്ഷൻ എന്ന് പറയുന്ന അസോസിയേഷൻ്റെ അകത്തുള്ള കാര്യങ്ങളാണ്. ഞങ്ങളൊരു 300-320 മെമ്പർമാരെ ഇവിടെ ഉള്ളൂ. അതിൻ്റെ അകത്ത് അവരെ ബോധ്യപ്പെടുത്തി വേണം കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ. അല്ലാതെ നാട്ടുകാരുടെ മുമ്പിൽ ഇത് വലിച്ചഴച്ച് ഇത് നാട്ടുകാരുടെ മുമ്പിൽ ഞങ്ങളെയൊക്കെ മോശക്കാരായിട്ട് ചിത്രീകരിക്കുകയല്ല ചെയ്യണമെങ്കിൽ പറയാനുണ്ടെങ്കിൽ ഇവിടെ അതിനുള്ള വേദിയുണ്ട്, നമ്മുടെ ജനറൽ ബോഡിയുണ്ട്. ആ വേദിയിൽ വന്ന് പറഞ്ഞ് കാര്യങ്ങൾ തീർക്കണം. അല്ലാതെ വെളിയിൽ വെച്ചുള്ള വിഴുപ്പഴക്കൽ വളരെ മോശമാണ്. അത് ആരാണെങ്കിലും അത് ഇനിയെങ്കിലും അത് നിർത്തണം. അത് നമുക്ക് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിലിരിക്കുന്നവരും എൻ്റെ കൂടെ ഉള്ള ഒത്തിരി പേർക്ക് വേദന ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. എനിക്കൊക്കെ ഒത്തിരി ഞാൻ ഗുണ്ടയാണെന്നോ അല്ലെങ്കിൽ എന്തോ വേറെ കാട്ടുകള്ളൻ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേരുകൾ നമ്മുടെ പുറത്ത് കിട്ടിയിട്ടുണ്ട്. അതിലൊന്നും എനിക്ക് വിഷമമൊന്നുമില്ല. ഞാനതൊക്കെ തള്ളിക്കളഞ്ഞു. എനിക്കതിലൊന്നും ഒരു കാര്യമില്ല. പക്ഷെ അതൊന്നുമല്ല നാട്ടുകാരുടെ ഇടയിലല്ല പറയുന്നത്. നമ്മുടെ അസോസിയേഷൻ്റെ ഒരു ഇലക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ അത് പറഞ്ഞ് തീർക്കേണ്ട ഒരു കാര്യമാണ്. അത് സമൂഹത്തിൻ്റെ മുമ്പിൽ അലക്കി മോശക്കാരാവേണ്ട ഒരു കാര്യമല്ല ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യാനേ പാടില്ല. ഇനിയെങ്കിലും അത് അവർക്കൊക്കെ ഒരു പാഠമാവട്ടെ. അവരത് പഠിച്ച് ആ രീതിയിലേക്ക് വരട്ടെ എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. ഞങ്ങളെ വിജയിപ്പിച്ച ഞങ്ങളുടെ ഫുൾ പാനൽ എല്ലാവരും, ഞങ്ങളുടെ 21 പേര്, 14 എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സും 7 നമ്മുടെ ഓഫീസ് ബെയറേഴ്സും എല്ലാവരും നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്നു. അതിനുള്ള നിസ്സീമമായ നന്ദി നമ്മുടെ മെമ്പേഴ്സിനോട് പറയുന്നു. അവരാണ് ഞങ്ങളുടെ ശക്തി, അവരാണ് ഞങ്ങളുടെ കരുത്ത്. അവർ ഞങ്ങളെ വിശ്വാസം അർപ്പിച്ചു. ഞങ്ങൾ ഇതിൻ്റെ അകത്ത് പല കാര്യങ്ങളും ആരോപണങ്ങളും കൊണ്ടെങ്കിലും അതെല്ലാം തള്ളിക്കൊണ്ട് വരുന്ന ഒരു റിസൾട്ടാണ് ഇപ്പോൾ കണ്ടത്. അതാണ് നമ്മുടെ മെമ്പേഴ്സ്. ഞങ്ങൾ വളരെ സത്യസന്ധം. എന്നും സത്യം ജയിക്കാൻ കുറച്ച് താമസം ഉണ്ടാകും. അപ്പം ആ ഒരു പ്രോസസ്സിൽ
ഇതൊരു സത്യത്തിൻ്റെ വിജയമായിട്ട് ഞാൻ കണക്കാക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കോശി സാറിന്, പിന്നെ നമ്മുടെ മാധ്യമ പ്രവർത്തകരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, എല്ലാവർക്കും, പിന്നെ എൻ്റെ സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ, എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.